മിക്ക മലയാളികളും ചെയ്യുന്ന ഒരു മണ്ടത്തരമാണത്. ഇത് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്ന ആണുങ്ങളകത്താണ് കേട്ടോ. കാരണം പെണ്ണുങ്ങൾ പൊതുവെ ഇക്കാര്യത്തിലൊക്കെ ഭയങ്കര അധികം അപ് ടു ഡേറ്റ് ആണ്. ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഓസ്ട്രേലിയയിൽ ആദ്യമായിട്ട് വരുന്ന സമയത്ത് എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ പാക്ക് ചെയ്യേണ്ടത്, പിന്നെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവരേണ്ടത് ഒഴിവാക്കണം, അത് എന്തൊക്കെയാണ്, അങ്ങനത്തെ പറ്റിയുള്ള ഒരു കൊച്ചു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ കിടക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. യൂട്യൂബ് അനലിറ്റിക്സ് പ്രകാരം എൻ്റെ വീഡിയോ കാണുന്ന 80% ആൾക്കാരും പുതിയതായിട്ട് എൻ്റെ ചാനലിലേക്ക് വരുന്നവരാണ്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ കണ്ടന്റ് ഇടുക എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പോൾ എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം. ഇനി ബാക്ക് ടു ദ വീഡിയോ. ആദ്യം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് നമ്മൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ്? നമ്മുടെ പാസ്പോർട്ട്, നമ്മുടെ വിസ, COE, നമ്മൾ സ്റ്റുഡൻറ് വിസയ്ക്ക് വരിക എന്നുണ്ടെങ്കിൽ മുന്നേ പഠിച്ചിരുന്നതിൻ്റെ കോളേജ് ഡിഗ്രി സർട്ടിഫിക്കറ്റും പിന്നെ ട്രാൻസ്ക്രിപ്റ്റും പിന്നെ പ്ലെയിൻ ടിക്കറ്റ്, പ്രൂഫ് ഓഫ് ഹൗസിംഗ്. സ്റ്റുഡൻറ് വിസയിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു OHSC ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ നമ്മൾ സ്കാൻ ചെയ്ത് ഡിജിറ്റലൈസ് കോപ്പി ഇമെയിലിലോ അഥവാ ഗൂഗിൾ ഡ്രൈവിലോ സേവ് ചെയ്ത് വെക്കുക. പിന്നെ അതിൻ്റെ ഹാർഡ് കോപ്പിയും നിർബന്ധമായിട്ട് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. ഇത് പാക്ക് ചെയ്യുന്ന സമയത്ത് ലഗേജിൽ കയറ്റി വിടാണ്ട് ഇരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ ഹാൻഡ് ബാഗിൽ ഇങ്ങനത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് വെക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം ചെറിയൊരു സാധ്യത നമ്മുടെ ലഗേജ് മിസ്സാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ കോളേജ് ട്രാൻസ്ക്രിപ്റ്റ് അഥവാ ഡിഗ്രി സർട്ടിഫിക്കറ്റ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ലൈഫ്സ് വർക്കാണ്. അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഭയങ്കര അധികം ബുദ്ധിമുട്ടായിരിക്കും. വേറൊരു ജോലി കണ്ടെത്താനോ അല്ലെങ്കിൽ ഉപരിപഠനത്തിനൊക്കെ ഭയങ്കര അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക. അടുത്തതെന്ന് പറയുന്നത്, നമ്മൾ ഓസ്ട്രേലിയയിൽ ആദ്യമായിട്ട് വരുന്ന സമയത്ത് നമുക്ക് AUD അഥവാ ഓസ്ട്രേലിയൻ ഡോളേഴ്സ് കുറച്ച് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് കൈ വെക്കണം. ഇത് എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഇന്ത്യൻ റുപ്പീസ് എയർപോർട്ടിൽ വെച്ച് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് പൊതുവെ കൺവേർഷൻ റേറ്റ് കുറവായിരിക്കും. അപ്പോൾ മിക്ക മലയാളികളും ചെയ്യുന്ന ഒരു മണ്ടത്തരമാണത്. അപ്പോൾ ഏറ്റവും മിനിമം എന്നുള്ള രീതിയിൽ ഒരു 700 അല്ലെങ്കിൽ 1000 AUD നമ്മുടെ കയ്യിൽ കൺവേർട്ടഡ് AUD കരുതുന്നത് വളരെയധികം നല്ലതാണ്. ഇപ്പൊ പ്രത്യേകിച്ച് കോവിഡിന് ശേഷം ഇച്ചിരിയും കൂടി ലിവിങ് എക്സ്പെൻസ് കൂടുതലാണ്. ഒരു മിനിമം എന്നുള്ള രീതിയിൽ ഒരു 1000 AUD കൺവേർട്ട് ചെയ്ത് വരുന്നത് വളരെയധികം നല്ലതായിരിക്കും. അടുത്ത ഇമ്പോർട്ടൻറ്റ് കാര്യം നമ്മൾ പാക്ക് ചെയ്യുന്ന സമയത്തെന്ന് പറയുന്നത് മെഡിസിൻസ് ആണ്. ഇപ്പോൾ നമുക്ക് പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള മെഡിസിൻസ്, നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മെഡിസിൻ നമ്മൾ കഴിക്കുക എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കുറച്ച് ബൾക്കിൽ 1 മാസത്തെയോ 2 മാസത്തെയോ മേടിച്ചിട്ട് വരുന്നത് നല്ലതായിരിക്കും. പിന്നെ ഡോക്ടറിന്റെ ആ ഒരു പ്രിസ്ക്രിപ്ഷനും കയ്യിൽ കരുതണം കേട്ടോ. കാരണം ചില സമയത്ത് ലഗേജ് ചെക്ക് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ടാവാം. അപ്പം നമ്മുടെ മെഡിസിൻ കാണുന്ന സമയത്ത് ഇതിന്റെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടോ എന്ന് അവർ ചോദിക്കും. പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിലേ നമ്മളെ കടത്തി വിടത്തുള്ളൂ. അപ്പോൾ അതൊരു തലവേദനയുടെ പാരസെറ്റമോൾ ആണെങ്കിൽ പോലും നമ്മുടെ പേര് ഉള്ള ഒരു ബില്ല് കൈ കരുതുന്നത് നല്ലതാണ്. ഒരു ഫാർമസിയിൽ നിന്ന് നമ്മൾ മേടിക്കുന്ന സമയത്ത് ബില്ല് എപ്പോഴും കൈ സൂക്ഷിച്ചു വെക്കുക. 4ാമത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പാക്ക് ചെയ്യേണ്ട സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രോണിക് ഡിവൈസുകളാണ്. ഇപ്പൊ പ്രത്യേകിച്ച് നമ്മൾ സ്റ്റുഡൻറ് വിസയിൽ വരുന്ന സമയത്ത് നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ ഫോണിന്റെ ചാർജർ, ലാപ്ടോപ്പിന്റെ ചാർജർ, പവർ ബാങ്ക്, ഹെഡ്സെറ്റ്, USB കേബിൾ ആൻഡ് സോ ഓൺ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ കൈ കരുതുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം ഇവിടെ വന്നതിന് ശേഷം നമ്മൾ എല്ലാ ദിവസവും ഉപയോഗിക്കാൻ പോകുന്ന കാര്യങ്ങളിൽ ഒന്നാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ കയ്യിൽ കരുതാൻ ശ്രദ്ധിക്കുക. അടുത്ത കാര്യം എന്ന് പറയുന്നത് ഹൈജീനിക് ആയിട്ടുള്ള പ്രൊഡക്ട്സ് നമ്മൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുക എന്നുള്ളതാണ്. ഇത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന ആണുങ്ങളകത്താണ് കേട്ടോ. കാരണം പെണ്ണുങ്ങൾ പൊതുവെ ഇക്കാര്യത്തിലൊക്കെ ഭയങ്കര അധികം അപ് ടു ഡേറ്റ് ആണ്. അപ്പൊ ഹൈജീൻ പ്രോഡക്ട്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ ബേസിക് ആയിട്ടുള്ള സംഭവങ്ങൾ, ഹെയർ ബ്രഷ്, ചീപ്പ്, ടൂത്ത് ബ്രഷ്, കയ്യിലും ദേഹത്തും ഒക്കെ തേക്കുന്ന മോയ്സ്ചറൈസർ, പിന്നെ സൺസ്ക്രീൻ മെയിൻ ആയിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ഇവിടെ ഓസ്ട്രേലിയയിൽ പൊതുവെ ഓസോണിന്റെ പാളി വളരെയധികം കുറവാണ്. അപ്പോൾ UVയുടെ റേഡിയേഷൻ ഇവിടെ കൂടുതലാണ്. അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്ത് വെയിൽ ഭയങ്കര ഇൻറ്റൻസ് ആണ് ഇവിടെ. അപ്പോൾ സൺബ്ലോക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് UV റേഡിയേഷനും സ്കിൻ ക്യാൻസറും വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ സൺസ്ക്രീൻ ദൈവത്തെ ഓർത്ത് എല്ലാവരും കൊണ്ടുവരിക. സെക്കൻഡ് ലാസ്റ്റ് ആയിട്ട് ഇമ്പോർട്ടൻ്റ് എന്ന് പറയാനായിട്ടുള്ളത് ഫുഡ് ഐറ്റംസ് ആണ്. നമ്മൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ചില സാധനങ്ങൾ ഇവിടെ പെർമിറ്റഡ് അല്ല. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങൾ എന്താന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഗൂഗിളിൽ ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ഐ ക്യാൻ ബ്രിങ് എന്ന് പറഞ്ഞ് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഓസ്ട്രേലിയൻ ബോർഡർ ഫോഴ്സിന്റെ വെബ് പേജ് ആണ് ആദ്യം തന്നെ ലിസ്റ്റിൽ കിടക്കുന്നത്. അത് ക്ലിക്ക് ചെയ്യുക.
അത് ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ ഒരു സെർച്ച് ബാറും കാറ്റഗറിയും കാണിച്ചിട്ടുണ്ടാവും. അപ്പം നമ്മൾ എന്ത് ഐറ്റം ആണോ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്, എസ്പെഷ്യലി ഫുഡ് ഐറ്റംസ്, നമ്മൾ ഇതിനകത്ത് സെർച്ച് ചെയ്ത് നോക്കുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം ചില ഐറ്റംസ് നമ്മൾ ഇവിടെ ഓസ്ട്രേലിയയിൽ വരുന്നതിന് മുമ്പ് ഫ്ലൈറ്റിൽ വെച്ച് നമുക്കൊരു ഡിക്ലറേഷൻ ഫോം തരും. ആ ഡിക്ലറേഷൻ ഫോമിനകത്ത് കുറച്ച് കാറ്റഗറീസ് കാണിച്ചിട്ടുണ്ടാവും. ഫുഡ് ഐറ്റംസ്, ഗ്രെയിൻസ്, ഫ്രൂട്ട്സ്, തടി, അങ്ങനത്തെ മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കിയ ഐറ്റംസ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിക്ലെയർ ചെയ്യണം. അതാണ് ഇത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഡിക്ലറേഷൻ ഫോമിൻ്റെ ഒരു കോപ്പി ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഈ വീഡിയോ പോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോസ് ചെയ്തിട്ട് അത് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു നോക്കാവുന്നതാണ്. എന്നിട്ട് നമ്മൾ ഒരു ഉദാഹരണത്തിന് ഈ കാറ്റഗറിയിൽ നമ്മൾ ഫുഡ് ഐറ്റംസ് സെലക്ട് ചെയ്യുകയാണ്. ഫുഡ് ആൻഡ് ഡ്രിങ്ക് സെലക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ഇതിനകത്ത് എല്ലാ ഐറ്റംസും നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നതും നമ്മൾ കൊണ്ടുവരാൻ പാടില്ലാത്തതും പിന്നെ കൊണ്ടുവരികയാണെങ്കിൽ തന്നെ നമ്മൾ ആ നേരത്തെ പറഞ്ഞ ഫോമിൽ ഡിക്ലെയർ ചെയ്യേണ്ടതായിട്ടുള്ള ഐറ്റംസ് ഇതിനകത്ത് കിടപ്പുണ്ടാവും. അപ്പോൾ ഒരു ഉദാഹരണം പറയാന്നുണ്ടെങ്കിൽ ബിസ്ക്കറ്റ്, ബ്രെഡ്, കേക്ക്, ക്രിസ്മസ് കേക്ക്, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കൊണ്ടുവരിക. അത് ഡിക്ലെയർ ചെയ്യേണ്ട പോലും ആവശ്യമില്ല. അടുത്തതെന്ന് പറയുന്നത് ഡയറി പ്രോഡക്ട്സ്, ചീസ്, ബട്ടർ, അങ്ങനത്തെ ഐറ്റംസ് നിങ്ങൾ എന്തായാലും കൊണ്ടുവരേണ്ട കാര്യമില്ല. കാരണം ഇവിടെ സൂപ്പർ മാർക്കറ്റിലുണ്ട്. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ അത് കൊണ്ടുവരാണ്ടിരിക്കുക. അഥവാ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളത് ഡിക്ലെയർ ചെയ്യണം. അടുത്തതെന്ന് പറയുന്നത് ചോക്ലേറ്റ് അല്ലെങ്കിൽ ക്യാൻഡി ഐറ്റംസ്, അത് കൊണ്ടുവരാൻ പറ്റും. ഡിക്ലെയർ ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. പിന്നെ കോഫി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ കുടിക്കുന്ന കോഫി അല്ല, കോഫിയുടെ സീഡ്സ് അഥവാ കോഫി പൗഡർ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡിക്ലെയർ ചെയ്യുക. പിന്നെ ഡ്രൈഡ് ആയിട്ടുള്ള ഹെർബ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ മസാല പൊടികൾ, ഗരം മസാല, ടർമറിക് പൗഡർ, അങ്ങനത്തെ ഐറ്റംസ് ആണ്. അങ്ങനത്തെ എല്ലാം കൊണ്ടുവരുമ്പോഴും നമ്മൾ ഡിക്ലെയർ ചെയ്യണം. അടുത്തതെന്ന് പറയുന്നത് ഫിഷ് ആണ്. നമ്മൾ മീനച്ചാറ് കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് കൊണ്ടുവരാൻ പറ്റും, പക്ഷെ ഡിക്ലെയർ ചെയ്യേണ്ടത് വളരെയധികം മാൻഡേറ്ററി ആണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മെയിനായിട്ട് ഇതിനകത്ത് കിടപ്പുണ്ടാവും. പിന്നെ അടുത്ത കാറ്റഗറി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതെന്ന് പറയുന്നത് പ്ലാന്റ്സ്, ഫ്ലവേഴ്സ് അഥവാ സീഡ്സ് ആണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന സീഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ്. ഗോതമ്പൊടിയോ അഥവാ കടലമാവ്, ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഗ്രെയിൻസും സീഡ്സിനകത്തും വരുന്നതാണ്. ഇത് തീർച്ചയായിട്ടും ഡിക്ലെയർ ചെയ്യേണ്ടതാണ്. പിന്നെ ലൈവായിട്ടുള്ള പ്ലാന്റ്സ് നമ്മൾ കൊണ്ടുവരാൻ പാടില്ല എന്ന് കൃത്യമായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് ഈ ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഫീൽ ഫ്രീ ടു ചെക്ക് ഔട്ട്. ലാസ്റ്റ് ഐറ്റം നമ്മൾ പാക്ക് ചെയ്യേണ്ടതെന്ന് പറയുന്നത് കൾച്ചറൽ ആയിട്ടുള്ള ഐറ്റംസ് ആണ്. ഇപ്പോൾ നമ്മൾ കല്യാണം കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയുടെ ഫോട്ടോ, നമ്മുടെ വീട്ടുകാരുടെ ഫോട്ടോ, അങ്ങനത്തെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള മൊമെൻറ്റോസ് ഇല്ലേ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ കൈ കൊണ്ടുവരുന്നത് നല്ലതാണ്. കാരണം നമ്മൾ നാട്ടിൽ നിന്ന് നമ്മുടെ വീട്ടുകാരെയും നാട്ടുകാരെയും എല്ലാവരെയും വിട്ടിട്ട് പോരുന്ന സമയത്ത് എന്തൊരു സംഭവം ഉണ്ടോ നമ്മളെ മെന്റലി നമ്മളെ ഹാപ്പി ആക്കുന്നത് നമുക്ക് തീർച്ചയായിട്ടും കൊണ്ടുവരാൻ പറ്റും. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ഓസ്ട്രേലിയയിൽ വരുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടും ആദ്യമായിട്ട് പാക്ക് ചെയ്തുകൊണ്ട് വരേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇൻഫോർമേറ്റീവ് ആയിരുന്നെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം. എല്ലാ ദിവസവും റിസർച്ച് ചെയ്ത് ഇതിനെപ്പറ്റി അപ് ടു ഡേറ്റ് ആയിട്ട് ഇരുന്നിട്ട് നിങ്ങളുടെ മുമ്പിൽ എല്ലാ ദിവസവും വീഡിയോ എടുക്കാനായിട്ട് തീർച്ചയായിട്ടും എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പോൾ ഇനി ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ് ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ കണ്ടുമുട്ടട്ടെ എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ ഗുഡ് ബൈ.